ഹായ്, ഹലോ. എൻ്റെ പേര് ഹാഷിം ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോയുടെ ടാഗ്ലൈനാണ് സിമ്പിൾ ആൻഡ് മൈൻഡ് ബ്ലോയിങ്. ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മാങ്കാവ് ട്രാഫിക് ബ്ലോക്കേഷനെ കുറിച്ച്. ആ സമയത്ത് ഞാൻ ഒന്നോടെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ റോഡുകളിലുള്ള ക്യാമറകളെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മുടെ ഈ ചെറിയ പോക്കറ്റ് റോഡുകൾ മുതൽ വലിയ വലിയ റോഡുകൾ മുതൽ അതുപോലെ ഹൈവേസിലൊക്കെ ക്യാമറകളുണ്ട്. അത് നമ്മൾ എന്താ പറയുക, നമ്മൾ ജനങ്ങൾ തെറ്റ് ചെയ്താൽ അതിനെ വളരെ ചെറിയ രീതിയിൽ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് വെച്ചിരിക്കുന്നത്. അതൊക്കെ നല്ലത് തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത തെറ്റ് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളത് തെറ്റ് ചെയ്യാൻ തുടക്കം മുതൽ അത് നമുക്ക് പേടിയുണ്ടാവും. ഇനി ഇത് ചെയ്താൽ വീണ്ടും ഫൈൻ വരും, നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട ഇതുണ്ടാവും. ആ പേടി നമ്മൾ ജനങ്ങൾക്കുണ്ട്. അതേപോലെ പേടിയില്ലാത്ത ഒരു ആളുകളാണ് എല്ലാവർക്കും അറിയാം ഗവൺമെൻറ് എംപ്ലോയീസ്. ഞാൻ എല്ലാവരും പറയില്ല, സംബന്ധിച്ച് എനിക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഓവർ സ്പീഡ് പോയൊരു കാറോ ലോറിയോ ബൈക്കോ എന്തായിക്കോട്ടെ, അത് എന്തെങ്കിലും ഒരു വലിയൊരു അപകടം, നമ്മളായിട്ട് വലിയ അപകടം പറ്റുന്നത് മീഡിയാസിന് ഇവരത് ഷെയർ ചെയ്യും. നമ്മൾ ടി വി ചാനലിലൂടെ നമ്മൾ കാണാറുണ്ട്, ന്യൂസ് ചാനലിലൂടെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അറിയാം, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൈക്കൂലി കേസും കാണാനൊക്കെ ആയിട്ട് പലതും നമ്മൾ കാണാറുണ്ട്, പല ഗവൺമെൻറ് എംപ്ലോയീസിനും കാണാറുണ്ട്. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഈ ക്യാമറകൾ ഇപ്പോൾ നമ്മളെ റോഡുകളിൽ സ്ഥാപിക്കുന്ന ക്യാമറകളുണ്ടല്ലോ, റോഡുകളിലും പോക്കറ്റ് റോഡുകളും ഹൈവേകളിൽ സ്ഥാപിക്കുന്ന ക്യാമറ നമുക്ക് വേണ്ടി പെറ്റടിക്കാൻ വേണ്ടിയിട്ടുള്ള അത് സ്ഥാപിക്കേണ്ട സത്യത്തിൽ നമ്മുടെ നെഞ്ചത്തേക്കല്ല, ഇവിടെയുള്ള സർക്കാർ ഓഫീസുകളിലാണ്. മസ്റ്റായിട്ട് എല്ലാ സർക്കാർ ഓഫീസുകളിലും ക്യാമറകൾ വേണം. അതായത് 24/7 എന്ന് പറഞ്ഞ പോലെ, അതായത് അത് കറക്റ്റ് അത് വാച്ച് ചെയ്തിട്ട് അതിന് നല്ല മാന്യമായ ശിക്ഷ അവർക്ക് കൊടുക്കണം. അവരിപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അവർ ശിക്ഷിക്കണം. അതായത് ഇപ്പോൾ അവരിപ്പോൾ കൃത്യസമയത്ത് ജോലിക്ക് വരുന്നുണ്ടോ, കൃത്യസമയത്ത് ജോലി ചെയ്തവർ പോകുന്നുണ്ടോ, അതുപോലെ അവരെടുത്ത് വരുന്ന ഓരോ പരാതികളായും ഓരോ ആവശ്യങ്ങൾക്കായും വരുന്ന സാധാരണ ജനങ്ങൾക്ക് അവർ നല്ല മാന്യമായ രീതിയിൽ അവരോട് പെരുമാറുന്നുണ്ടോ, അവരുടെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഓഫീസിൽ പോയിട്ടില്ല, ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ അവർ നിറവേറ്റി തരുന്നുള്ള ക്യാമറയിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അത് നിറവേറ്റി തരുന്നുണ്ടോ, അവർ വേറെ എന്തെങ്കിലും കൈക്കൂലി പലപ്പോഴത്തേക്കും ആവശ്യപ്പെടുന്നുണ്ടോ, അങ്ങനെ പല കാര്യങ്ങൾക്ക് ഈ ക്യാമറകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മാന്യമായിട്ട് അവർ ശിക്ഷിക്കണം. അത് നമ്മൾ ഗവൺമെൻറ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സംബന്ധിച്ച് ഞാനിതിപ്പോൾ എൻ്റെ ഒരു പരാതിയായിട്ടൊന്നല്ല പറയുന്നത്. സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പലരും ഇപ്പോൾ എന്നോട് എൻ്റെ പല സുഹൃത്തുക്കളും ഇപ്പോൾ നമ്മളിപ്പം എന്താ പറയുക, പുറത്തൊക്കെ പോയിട്ട് ഇപ്പോൾ ആളുകളും അങ്ങോട്ട് പറയാറുണ്ട്, ഇങ്ങനെ ഈ ക്യാമറകളെ കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ബീച്ചുകളിലും പാർക്കുകളിലും മണ്ണിലൊക്കെ ഇപ്പോൾ നമ്മൾ പല ആളുകളും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ആ സമയത്ത് പല ആളുകളും പറയാറുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആളുകൾക്ക് പല അഭിപ്രായങ്ങളാണ്. ഇതുപോലുള്ള ഇത് നമ്മുടെ നെഞ്ചത്തേക്ക് മാത്രമാണ് വരുന്നത്, കുതിര